നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, എലിമെൻ്ററി കനാലിലെ ട്രാൻസ്ഫർ സെക്ഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടും അതൊരു നാലോ മൂന്നോ തവണ റിപ്പീറ്റഡ് ആയിട്ടും അതേപോലെ ബാക്കിയുള്ള ഇയേഴ്സിൽ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്സിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ ഡെൻഡീഷ്യത്തിൻ്റെ കാര്യം. ഓക്കെ, അപ്പം നമ്മളുടെ വായിൽ, നമ്മളുടെ മൗത്തിൽ എങ്ങനെയാണ് ഈ പല്ലുകളുടെ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ഡെൻഡീഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് ഡെൻഡീഷൻ ഉണ്ട്. സോ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫിയോഡോണ്ട് ആൻഡ് തീക്കോഡോണ്ട് ഡെൻഡീഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിഫിയോഡോണ്ട് എന്താണ്, തീക്കോഡോണ്ട് എന്താണ്, ഇത് രണ്ടും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ മാറ്റി ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഇതിൻ്റെ ആ ഡെഫിനിഷൻ അങ്ങോട്ട് തരും, എന്നിട്ട് പറയും ഇതിലേത് ടൈപ്പ് ഡെൻഡീഷനത്തിനെ കുറിച്ചാണ് അത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ഇതും 1 മാർക്കിന് ചോദിക്കും, എലിമെൻ്ററി കനാലിൻ്റെ ക്വസ്റ്റ്യനും 1 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, സോ ഡിഫിയോഡോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിവിടെ ഡൈ മീൻസ് 2 അല്ലേ. 2 sets of teeth are present in a lifetime. 2 സെറ്റ് ഓഫ് ടീത്ത് ഒരാളുടെ ലൈഫ് ടൈമിൽ പ്രസൻ്റ് ആയിരിക്കും. ആ 2 സെറ്റ് ഓഫ് ടീത്ത് ഏതൊക്കെയാണ്? നമുക്ക് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു, നമ്മൾ പറയും പാൽപ്പല്ല് എന്നൊക്കെ പറയും അല്ലേ, കുഞ്ഞു പല്ല് വരും. ആ പല്ല് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പൊഴിഞ്ഞു പോകും അല്ലേ, പൊട്ടിയൊക്കെ ഊരിയൊക്കെ പോയി ഇളകിയൊക്കെ പോകും. എന്നിട്ട് എന്താ, ചക്ക പല്ലൊക്കെ വരും അല്ലേ. അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ടീത്ത് വരാറുണ്ട്. ഫസ്റ്റ് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്ത് വരും? നമുക്കൊരു ടെമ്പററി ടീത്ത് വരും, ടെമ്പററി മിൽക്കി ടീത്ത് വരും. ഒരു ടെമ്പററി മിൽക്കി ടീത്ത് നമുക്ക് വരും, അതൊരു സെറ്റ് ഓഫ് ടീത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? പിന്നെ നമ്മൾ കുറച്ച് വലുതാവുന്ന സമയത്ത് പെർമനൻറ്റ് ടീത്ത് വരും, പെർമനൻറ്റ് ടീത്ത്. സോ നമ്മളുടെ ലൈഫ് ടൈമിൽ വി ഹാവ് 2 sets ഓഫ് ടീത്ത് അല്ലേ. സോ 2 sets ഓഫ് ടീത്ത് നമ്മളുടെ ലൈഫ് ടൈമിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫിയോഡോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sets ഓഫ് ടീത്ത് ആർ പ്രസൻറ്റ് ഇൻ എ ലൈഫ് ടൈം. നമ്മളുടെ ലൈഫ് ടൈമിൽ 2 സെറ്റ് ഓഫ് ടീത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡിഫിയോഡോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് തീക്കോഡോണ്ട് ഡെൻഡീഷൻ? തീക്കോഡോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല്ലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു വൈറ്റ് പാർട്ട് ഉണ്ടാകും. പിന്നെ നമ്മൾ പറയും ഒരു വേരുണ്ടല്ലേ, നമ്മളുടെ പല്ലിന് ഒരു വേരുണ്ട്. ഈ വേര് നമ്മൾ പുറത്ത് ഇങ്ങനെ കണ്ണാടി നോക്കുന്ന സമയത്ത് നമ്മൾ ആകെ കാണുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ്. ഈ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നത്. അല്ലാതെ നമ്മളുടെ വേരൊക്കെ ഡ്രാക്കുളനെ പോലെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടോ? ഡ്രാക്കുളനൊക്കെ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ വേരുള്ളത് പോലെ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ നമ്മൾ ഈ വേരുണ്ട്, പല്ല് ഇങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ. നമ്മളുടെ പല്ലിന് എന്തുണ്ട്? ഒരു വേരുണ്ട്, ഒരു റൂട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ആ റൂട്ട് കാണുന്നില്ല. അപ്പം ഈ റൂട്ട് എവിടെയോ ഇറങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ, എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡെൻഡീഷ്യത്തിനെയാണ് നമ്മൾ തീക്കോഡോണ്ട് ഡെൻഡീഷൻ എന്ന് പറയുന്നത്. അതായത് tooth is inserted in a socket of jawbone. നമ്മളുടെ താടിയുടെ ഈ ഒരു ജോബോണിൻ്റെ സോക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുഴിയുടെ അകത്താണ് നമ്മളുടെ ടീത്ത് ഇറങ്ങിയിരിക്കുന്നത്. സോ ടീത്ത്സ് ആർ എംബെഡഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുക. എംബെഡഡ് ഇൻ ദി സോക്കറ്റ് ഓഫ് ജോബോൺ. നമ്മളുടെ ജോബോണിൻ്റെ സോക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ടീത്തിനെയാണ് നമ്മൾ തീക്കോഡോണ്ട് ഡെൻഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാവും. ഇവിടെ ഒരു കുഴി പോലെ നമ്മളുടെ ഇങ്ങനെ മോണയുടെ ക്യാവിറ്റി ഉണ്ടാവും. ഇതിനകത്തേക്ക് എന്ത് ഇറങ്ങിയിരിക്കും? നമ്മളുടെ ടീത്ത് ഇറങ്ങിയിരിക്കും. ഈ ഭാഗമായിരിക്കും നമ്മൾ പുറത്തേക്ക് കാണുന്നത്. സോ ദേ ആർ ഇൻസേർട്ടഡ് ഇൻ എ സോക്കറ്റ്. ഇതിങ്ങനെ കുഴി പോലെ ഉണ്ടാവും. ഈ കുഴീൻ്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? തീക്കോഡോണ്ട് എന്ന് പറയും. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഡെൻഡീഷൻ കൂടി നമുക്ക് എക്സ്ട്രാ പറയാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, 1 മാർക്ക് ഈച്ച്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഡെൻഡീഷൻ കൂടി എപ്പോഴും മിക്സ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് നമ്മളുടെ ഹെറ്ററോഡോണ്ട് ഡെൻഡീഷൻ. ഹെറ്ററോഡോണ്ടും കൂടി ചിലപ്പോൾ മിക്സ് ചെയ്ത്, ഇപ്പോൾ നമ്മളോട് തീക്കോഡോണ്ടും ഡിഫിയോഡോണ്ടും ചോദിച്ചു, ചിലപ്പോൾ ഇനി എക്സാമിൽ വരുന്നത് ഹെറ്ററോഡോണ്ടും ഡിഫിയോഡോണ്ടും ആയിരിക്കും.
അപ്പോൾ ഹെറ്ററോ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഹോമോ എന്ന് പറയുമ്പം സെയിം. ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഹെറ്ററോഡോണ്ട് എന്ന് പറയുമ്പം നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്. ഓക്കെ, വി ഹാവ് 4 different types of teeth. 4 different type of teeth ഉണ്ട്. ഓക്കെ, ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറ്ററോഡോണ്ട് എന്ന് പറയുന്നത്. ഈ ഡിഫറെൻറ്റിനെയാണ് നമ്മൾ ഹെറ്ററോ എന്ന് പറയുന്നത്. ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മളുടെ ആ 4 ഡിഫറെൻറ്റ് ടീത്ത്? നമുക്ക് പല്ലിൽ മുൻപിലായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്, കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തുണ്ട്? കെനൈൻ ഉണ്ട് അല്ലേ? ഇൻസിസേഴ്സ് ഉണ്ട്, ഇൻസിസേഴ്സ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്, അതാണ് നമ്മളുടെ കെനൈൻ. പിന്നെ നമുക്ക് എന്തുണ്ട്? പ്രീമോളാഴ്സ് ഉണ്ട്, പ്രീമോളാഴ്സ്, ദെൻ മോളാഴ്സ്. ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറ്ററോഡോണ്ട് ഡെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ആ ഡെൻ്റൽ ഫോർമുല കൂടി ഒന്ന് ആലോചിക്കുക. ഇൻസിസേഴ്സ് നമുക്ക് 2, കെനൈൻ 1, പ്രീമോളാർ 2, മോളാർ 3. നമ്മൾ ഇവിടുന്ന് ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ 2123/2123 എന്നാണ് നമ്മൾ പറയുക. ഇതാണ് നമ്മളുടെ ഡെൻ്റൽ ഫോർമുല. ഇതുകൂടി ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ടീത്തിൻ്റെ സെക്ഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും നോക്കി വെക്കാൻ നമുക്ക് 2 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്.